രേണു സുധിയെ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണു സുധി. എങ്ങനെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഒരാളെ എടുക്കുമ്പം അയാളെ കൊണ്ട് എങ്ങനൊരു കണ്ടൻറ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. രേണു സുധിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടൻറ് എന്താ? ഭർത്താവ്, അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി. ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും ഒക്കെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയതിന് ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരെടുത്തേക്ക് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇൻ്റർവ്യൂസുമായിട്ട് വരുന്നു. ഈ ഇൻ്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു. ആ നെഗറ്റീവ് ഇവർക്കൊരു റീച്ചായിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ? ഇപ്പം ജനത്തിനതൊന്നും ഇഷ്ടമല്ല. സുന്ദരിയാണെങ്കിൽ ഇപ്പോൾ സെറീന ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. രേണു സുധി ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിപ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നിന്ന് നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയുന്ന ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റേതായിട്ടുള്ള ജനങ്ങൾക്കൊരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിൻ്റെ പേരിൽ പരിഹാസം, അപ്പോൾ അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടൻറ്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. അല്ലാതെ രേണു സുധി സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എത്താം. ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ, ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആദിലയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ രേണു സുധി വേഷം കെട്ടി വരുന്ന ആ ഒരൊറ്റ റീൽ മതി കേരളത്തിൽ രേണു സുധി ബിഗ് ബോസിലുണ്ടെന്നറിയാം. കാരണം ഇവർ എത്ര വേഷം കെട്ടി വന്നാലും ജനം ഇത് അംഗീകരിക്കത്തില്ല. കാര്യം ജനത്തിനൊരു ധാരണയുണ്ട്, നീ എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം, നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല, നീ വലിയ നടിയല്ല, നീ വലിയ സെലിബ്രിറ്റി അല്ല, നീ എന്തിനാ സെലിബ്രിറ്റിയാണ്, നിനക്ക് വേണമെങ്കിൽ വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്നാൽ പോയി, ഇവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ ഇതാണ് രേണു സുധിക്ക് കിട്ടിയ കണ്ടന്റ്. ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രേണു സുധിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെന്ന് പറയുന്ന സാധാ സ്ത്രീ, ഒരു സാധാരണക്കാരി, അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി. അവർ സത്യം പറഞ്ഞാൽ ഒറിജിനലാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൊല്ലം സുധിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരതാണ് അവർക്ക് ആകെയുള്ള കണ്ടന്റ് അതാണ് എനിക്ക് ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കയറി ഉടനെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കുന്നു. അതുകൊണ്ടാവാം. ഇപ്പോൾ ഇപ്രാവശ്യം നേരത്തെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ സംഭവമുണ്ട്. മുള്ളംകൊല്ലി എന്ന് പറയുമ്പോൾ നമുക്ക് മുള്ളംകൊല്ലി വേലായുധം വരെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അടുത്തൊരു സാധനം മിഡ് നൈറ്റ് മുള്ളംകൊല്ലിയിലേക്ക് സംഭവം വന്നിരുന്നു. ഒരു അല്ലെങ്കിൽ വേറെ വലിയ രസമുണ്ട് കേട്ടോ. ഞാൻ ട്രെയിലറിൽ ലാലേട്ടനെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പം ആൻഡ്രോ ചേട്ടനും ആന്റണി പെരുമ്പാവൂർ രണ്ടുപേരും പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ട്രെയിലർ കാണിക്കാൻ പോണെന്ന് നമ്മൾ കണ്ടിരുന്നു. ശരിയാ, നമ്മൾ ഇവിടെ വെച്ച് കണ്ടു. ശരിയാ, കറക്റ്റ്. അപ്പൊ ഇത് കണ്ടപ്പം ആന്റണി ചേട്ടൻ ഇങ്ങനെ പറയാണേ, മുള്ളംകൊല്ലി നമ്മുടെ പടത്തിന്റെ പേരൊക്കെ അങ്ങ് എടുത്തിട്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒരു സ്റ്റേ അങ്ങ് കൊടുക്കാം. കാര്യം എന്താന്ന് വെച്ചാൽ പണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് അഴകിയ രാവണൻ സിനിമയിലെ ഏതാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അപ്പോൾ ആ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അങ്ങനെ അന്നത്തെ എന്തോ 15 ലക്ഷം രൂപ എന്തോ കൊടുത്തങ്ങാണ്ട് സെറ്റിൽ ചെയ്തിട്ടായി പടം ഇറക്കിയെന്ന് ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആന്റണി ചേട്ടൻ തന്നെ പറഞ്ഞു, അഖിലിൻ്റെ പടത്തിന് ഞാനൊരു സപ്പോർട്ട് ചെയ്ത് തരാം, ഞാനൊരു സ്റ്റേ കൊടുക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേ കൊടുത്തു, അവസാനം നിങ്ങൾക്ക് തെറിവിളി കേൾക്കും, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ആലോചിച്ചത് വേണ്ട നമുക്ക് നെഗറ്റീവ് ഒന്നും വേണ്ട, പോസിറ്റീവായിട്ട് തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അല്ല, ലാലേട്ടൻ ട്രെയിലർ കണ്ടിട്ട് ആക്ഷനൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, നന്നായി വരട്ടെ, ആശംസ. ഈ പേരുമായി കണക്ട് ചെയ്തെന്തെങ്കിലും അദ്ദേഹം ഇനി ഓർക്കുന്നുണ്ടോന്നുമില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സിനിമ പുള്ളി ചെയ്തോന്ന്. കാര്യം പൊതുവേ അദ്ദേഹത്തിന്റെ രീതി മനസ്സിലാക്കിയിടത്തോളം ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ആ സിനിമ മറക്കുന്ന ഒരാളാണ്. അതിങ്ങനെ കൊണ്ട് നടക്കാറൊന്നുമില്ല. പൊതുവെ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പഴയ സിനിമകളുടെ വിജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ സിനിമകളുടെ ഭയങ്കര അടിപൊളിയാണത്. അത് ഏറ്റവും നല്ല പരിപാടിയാണ്. നമ്മൾ എന്താ പറയുക, അല്ല, വെള്ളത്തിനകത്ത് അഴുക്കിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പം ആ കുളം എത്രത്തോളം വൃത്തികേടാവും എന്ന് പറയുന്ന കണക്കാണ് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റികൾ വീണുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഇതാവും. അതേസമയം ഒഴുകി പോകുന്നതിനകത്ത് ഒന്നും കിടക്കത്തില്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിലൊരു ഒഴുകുന്ന നദി പോലെ ആയിരിക്കണം, കെട്ടിക്കിടക്കുന്ന ഒരു കുളം പോലെ ആവരുത്, വിട്ട് കളയണം. അല്ല, അപ്പോൾ എല്ലാം എൻ്റെ പൊതു രീതി അതാണ്. എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മളങ്ങ് മുന്നോട്ട് സഞ്ചരിക്കാം.
പിന്നെ ഇത് മുള്ളംകൊല്ലി എന്ന് പറയുന്നൊരു നാട്ടിൽ നടക്കുന്ന, ഒരു രാത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങുന്നൊരു സിനിമയാണ്. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ തൊട്ടടുത്ത സീനിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിപ്പിക്കത്തക്ക, അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉദ്യോഗജനകം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ഈ ബിബിയിലെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ഇപ്പൊ ആക്ടിങ് കഴിഞ്ഞു, ഇനി അത് എഴുത്തിന്റെ രൂപത്തിലോട്ട് കിടക്കാണ്. റൈറ്റർ അഭിഷേക് എന്നുള്ളൊരു പേരോട് കൂടെ ചേരുന്നുണ്ട്. ഇപ്പൊ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കഥകളുണ്ട്? ഞാനിത് ഞാൻ പറഞ്ഞില്ല, ഒരു 5 വർഷം ഇതിനെ പുറകെ നടന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല കഥകൾ വന്നില്ലെങ്കിലോ എന്നാ പിന്നെ ഞാൻ തന്നെ കഥ എഴുതാം. അങ്ങനെ പറഞ്ഞ് എഴുതിയ സാധനങ്ങൾ ഒരു 6 സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എഴുതാനുള്ള കഴിവുകൊണ്ടാണോ അതോ സ്വന്തം ജീവിതത്തിൽ കുറെ കഥകൾ എനിക്കായിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്? ഏതാ കുറെ കൂടി പ്രചോദനം ഏതാ? അല്ല, എനിക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പല സിറ്റുവേഷൻസും ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പൊ ഞാൻ ചിലപ്പോൾ സ്വപ്നങ്ങളും കാണും. സ്വപ്നങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്ക് നല്ല ക്രിയേറ്റീവായിട്ട് സ്വപ്നം, ഇതൊക്കെ സിനിമയെ രസമായിരിക്കുമല്ലോ, അങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെ ചിന്ത വന്നിട്ട് എഴുതിയ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 6 സ്ക്രിപ്റ്റോളം ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് 3 ഏകദേശം ഓക്കെയാണ്. അതിനകത്ത് ഒരെണ്ണത്തിന്റെ പൂജ കഴിഞ്ഞു, ബാക്കി 2 ബാക്കി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അതും വൈകാതെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തോട്ട് വന്നോണ്ടിരിക്കുക. അപ്പം എനിക്ക് ടെൻഷൻ വെച്ചാൽ ജനങ്ങൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെടും, കാക്കിക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെടുന്നു. ഞാനത് പോയി ഒരാളോട് കഥ പറയുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനിപ്പോ 2-3 ഡയറക്ടേഴ്സിനോട് കഥകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥകൾ. ബാക്കി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു സിനിമ ഒരിക്കലും നമുക്ക് 100% എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഹോം എന്ന് പറയുന്ന സിനിമയെ കണ്ട് മാത്രമേ ഉള്ളൂ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞു കണ്ടുള്ളൂ. അത് ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ച ഫോർമുലയാണ് ഹോമില്. ഭയങ്കരമായിട്ട് കണക്ട് ആയി, എല്ലാവർക്കും ഭയങ്കര ഇതായി. പക്ഷെ അല്ലാതെ ബാക്കി ഏത് സിനിമ ഇറങ്ങിയില്ല അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. KGF ഇല്ലേ, സലാർ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് 10-12 വട്ടം ഇത് കണ്ടിട്ടുണ്ട്. എനിക്കറിയാം അത് ഒരു വട്ടം പോലും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അത് വ്യത്യസ്തമാണ് ആൾക്കാരുടെ കാഴ്ചപ്പാട്, ആൾക്കാരുടെ ചിന്താഗതി. ഹോമില്ലേ കഥ പറയുമ്പോൾ സിനിമയുടെ കഥ എന്താ? തെറ്റിദ്ധരിക്കപ്പെട്ട, ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് സമൂഹം ആക്ഷേപിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് സൂപ്പർ സ്റ്റാറിന്റെ വായിൽ നിന്ന് ജനം കേൾക്കുകയാണ് ഇയാൾ എൻ്റെ സുഹൃത്താണെന്ന് കേൾക്കുമ്പോൾ അയാളെ അതുവരെ പരിഹസിച്ചിരുന്ന ഒരു സമൂഹം അയാളെ ചേർത്ത് പിടിക്കാൻ അവരുടെ മനസ്സിൽ, കാരണം ഒരു കുറ്റബോധത്തിൽ നിന്ന് അയാളെ ചേർത്ത് പിടിക്കുന്നതാണ് കഥ പറയുമ്പോൾ, അല്ലേ? ശരിക്കും ബാലേട്ടന്റെ ക്ലൈമാക്സ് എന്താ? കുടുംബം മൊത്തം തെറ്റിദ്ധരിച്ച് ഏറ്റവും ലാസ്റ്റ് അയാളുടെ വൈഫും പിള്ളേരും എല്ലാവരും അയാളെ തള്ളി പറഞ്ഞതിന് ശേഷം ഇന്നസെന്റിന്റെ കഥാപാത്രം വന്നിട്ട് ഇന്ന ആള് ബാലേട്ടൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയാണ്. തിരിച്ചറിവ് ഹോമോ അത് തന്നെയാണ്. ഇതില് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടർ വരുമ്പോ ഇപ്പോ നരസിംഹത്തിന്റെ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു സ്ഫടികം, അങ്ങനെ കുറെ അങ്ങനെ പറഞ്ഞ കിരീടം അതിൽ പെട്ട തന്നെയാണ് അച്ഛന്റെ സ്വപ്നങ്ങൾ. പക്ഷെ അതിനെ ഈ മാറ്റി ചെയ്യുന്നതിലേ അല്ല, അതാ ഞാൻ പറഞ്ഞ, അതൊക്കെ ഫോർമുലകളാണ്. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മലയാള സിനിമകളിൽ ഇന്നലെ ഒരു ഉപയോഗിച്ച ഒരുപാട് ഫോർമുല, ഭാഷ എന്ന് പറയുന്ന സിനിമയുടെ ഫോർമുല അടുത്ത കാലത്ത് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നാട്ടിൽ വന്ന് ജീവിക്കുന്ന സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു അധോലോക ഗുണ്ട, അയാൾ ആരാണെന്ന് ഇന്നലെ വരെ നമുക്ക് തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ നമ്മളൊരു സാധാരണക്കാരനൊക്കെ ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം ദാവൂദ് ഇബ്രാഹിം ഒന്ന് കൊച്ചി താമസിക്കാന്ന് വെച്ചോ, ഏതെങ്കിലും കടയിൽ നിന്ന് പൊറോട്ട അടിക്കാന്ന് വെച്ചോ, നമുക്ക് ഇയാൾ ആരാ എന്തോന്നും അറിയത്തില്ല. നമ്മൾ പൊറോട്ട അടിക്കുമ്പോൾ ഇയാളാ എന്തുവാടാ താമാൻ ഇങ്ങനെയാണ് അടിക്കുന്നത്, ദാവൂദ് ഇബ്രാഹിമിനോട് ചോദിക്കുന്നത്. നമ്മൾ അറിയാതെ ഇയാളെ ചീത്തയും വിളിച്ച് തലയ്ക്കൊരു തേമ്പ് കൊടുത്ത് ഇറങ്ങി പോയിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ അറിയുന്നത് കൊച്ചിയിൽ ഒരു 2 ഹെലികോപ്റ്ററിനകത്തൊക്കെ ആ പുള്ളി ഒന്ന് ഇറങ്ങുന്നുണ്ട്. കൊച്ചിരാജാല പറഞ്ഞ പോലെ സൂര്യനാരായണ എനിക്കൊരു കഴിഞ്ഞ കാലം. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ചിന്തിക്കും. നമ്മളില്ല ഇയാളുടെ മോന്തയ്ക്ക് പൊറോട്ട കൊള്ളത്തിലൊന്നും ഒരു അടി അടിച്ചത് പുള്ളി മറ്റേ ഹിന്ദി ക്ഷമിക്കാൻ പായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ. അല്ല, ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്.